തിരുവനന്തപുരം പൂജപ്പുരയിൽ PSC പരീക്ഷയ്ക്ക് ആൾമാറാട്ടം നടത്തിയത് സഹോദരങ്ങളെന്ന സംശയം. നേമം സ്വദേശി അമൽജിത്തിന് പകരം പരീക്ഷ എഴുതാനെത്തിയത് അഖിൽജിത്ത് എന്നാണ് സംശയം. രണ്ടുപേരും ഒരുമിച്ചാണ് പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്നിറങ്ങിയത്. കേസിന് പിന്നാലെ ഇരുവരും ഒളിവിലാണ്. ഹരീഷൻ ചേരുന്നു. ഹരീഷൻ, ഈ സഹോദരൻ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത ആൾ തന്നെയാണോ? എന്താണ് ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം? സുഹൈൽ, ഈ കഴിഞ്ഞ ദിവസമാണ് ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ ഈ ലാസ്റ്റ് ഗ്രേഡ് സർവീസിന്റെ പരീക്ഷ നടക്കുന്ന സമയത്ത് ഈ പൂജപ്പുര ജിന്നബ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിൽ ആൾമാറാട്ടം നടത്തി ഒരു പരീക്ഷ എഴുതാനുള്ള ഒരു ശ്രമം നടന്നത്. ഇത് നേമം സ്വദേശിയായ അമൽജിത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊരാൾ പരീക്ഷ എഴുതാനായി എത്തിയത്. ഇത് സഹോദരനാണോ എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. ഈ സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്നും രണ്ടുപേർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. പിന്നീട് ഈ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നതും രണ്ടുപേരും ഒരുമിച്ചാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട സംശയം. പക്ഷേ അത് പോലീസ് ഉറപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ വീട്ടുകാരടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അമൽജിത്തിന് ഈ വയറുവേദനയാണ്. ഇതേ കാര്യം തന്നെയാണ് മറ്റു പലരോട്, അതായത് മറ്റു സുഹൃത്തുക്കളോടൊക്കെ പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഈ വയറുവേദന ആയതുകൊണ്ട് മറ്റൊരാളെ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷെ അത് ആരാണ് എന്ന് വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പോലീസ് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. സംസ്ഥാനം വിട്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. ഈ CCTV അന്വേഷിച്ച് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ ഈ പൂജപ്പുരയിൽ നിന്ന് അന്ന് തിരുമല ഭാഗത്തേക്കാണ് ഇവർ പോയത്. പിന്നീട് അത് വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് കടന്നതാകാമെന്നാണ് പോലീസിന്റെ ഒരു സംശയം. എന്തായാലും നിലവിൽ ഇത് സഹോദരനാണോ എന്നുള്ളൊരു സംശയം മാത്രമാണ്. അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വീട്ടുകാരോടക്കം ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമൽജിത്ത്, ഈ പരീക്ഷ എന്ന് പറയുന്നത് ഈ LDC പരീക്ഷയുടെ രണ്ടാം ഘട്ട പരീക്ഷയാണ്. ഈ അമൽജിത്ത് ഒന്നാം ഘട്ട പരീക്ഷ പൂർത്തിയായതിനു ശേഷം അതിൽ 55% മാർക്ക് നേടിയതിനു ശേഷമാണ് ഈ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് യോഗ്യത നേടിയത്. അപ്പോൾ ഈ ഒന്നാം ഘട്ട പരീക്ഷ ഇനി അതും ഇത്തരത്തിൽ വേറൊരാളെ കൊണ്ട് അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തിയാണോ എഴുതിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ PSCയും പരിശോധിക്കുന്നുണ്ട്. അതിനടക്കം സംശയം വരുന്ന കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനം വിട്ടുവെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. സുഹൈൽ, ശരി, വയറുവേദനയാൽ പകരം ആളെ വിടാൻ അല്ലെങ്കിൽ ബന്ധുക്കളെ വിടാൻ കല്യാണക്ഷണമായിരുന്നില്ല, അത് PSC പരീക്ഷയായിരുന്നു. അത് രണ്ടുപേരും മറന്നുപോയി.